നമ്മുടെ ഫൗണ്ടേഷൻ ഫോർ ഇംഗ്ലീഷ് കമ്മ്യൂണിക്കേഷൻ സ്കിൽസ് ട്രെയിനിങ്ങിന്റെ ഭാഗമായ ഈസി ഇംഗ്ലീഷ് ഫോർ ദ കോമൺ മാൻ ട്രെയിനിങ്ങിന്റെ ഭാഗമായി നമ്മൾ 20 ഐഡിയ പഠിച്ചു കഴിഞ്ഞു. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് നമുക്ക് എന്തെങ്കിലും ഉണ്ട് എന്ന് പറയാൻ പോവുകയാണ്. അപ്പോൾ എനിക്ക് എന്തെങ്കിലും ഉണ്ട്. അപ്പോൾ എനിക്കൊരു കാറുണ്ട്, എനിക്കൊരു ബൈക്കുണ്ട്, എനിക്കൊരു ബസ്സുണ്ട്, എനിക്കൊരു സുഹൃത്തുണ്ട്, എനിക്കൊരു പഴയ കാറുണ്ട്, എനിക്കൊരു പുതിയ കാറുണ്ട്. ഇതെല്ലാം നമുക്ക് ഇംഗ്ലീഷിൽ പറയേണ്ടി വരും. അപ്പോൾ നമുക്കൊന്ന് ആലോചിച്ച് നോക്കാം, നമുക്കൊന്ന് ആരംഭിക്കാം. അപ്പോൾ എനിക്കുണ്ട്, ഐ ഹാവ് ആണ്. അപ്പോൾ എനിക്കൊരു കാറുണ്ട്, ഐ ഹാവ് എ കാറാണ്. എനിക്കൊരു പുതിയ കാറുണ്ട്, ഐ ഹാവ് എ ന്യൂ കാറാണ്. എനിക്കൊരു പഴയ കാറുണ്ട്, ഐ ഹാവ് ആൻ ഓൾഡ് കാറാണ്. അപ്പോൾ ഒന്ന് പ്രാക്ടീസ് ചെയ്ത് നോക്കാം. ഐ ഹാവ് എ കാർ, ഐ ഹാവ് എ ന്യൂ കാർ, ഐ ഹാവ് ആൻ ഓൾഡ് കാറാണ് വരുന്നത്. അപ്പോൾ എനിക്ക് 2 കാറുകളുണ്ട്, ഐ ഹാവ് 2 കാർസ് ആണ്. എനിക്കൊരു പുതിയ കാറും ഒരു പഴയ കാറും ഉണ്ട്, ഐ ഹാവ് എ ന്യൂ കാർ ആൻഡ് ആൻ ഓൾഡ് കാറാണ്. എനിക്ക് 2 പുതിയ കാറുകളും 2 പഴയ കാറുകളും ഉണ്ടെന്ന് പറയുമ്പോൾ ഐ ഹാവ് 2 ന്യൂ കാർസ് ആൻഡ് ഐ ഹാവ് 2 ഓൾഡ് കാർസ്. ഐ ഹാവ് 2 ന്യൂ കാർസ് ആൻഡ് 2 ഓൾഡ് കാർസ്. ഓക്കെ, അപ്പോൾ നമുക്ക് കുറച്ചും കൂടെ ചേർത്ത് ആവർത്തിച്ച് നോക്കാം. അപ്പോൾ ഐ ഹാവ് എ കാർ, ഐ ഹാവ് എ ന്യൂ കാർ, ഐ ഹാവ് ആൻ ഓൾഡ് കാർ, ഐ ഹാവ് 2 കാർസ്, ഐ ഹാവ് 2 ന്യൂ കാർസ്, ഐ ഹാവ് എ ന്യൂ കാർ ആൻഡ് ആൻ ഓൾഡ് കാർ, ഐ ഹാവ് എ ഫ്രണ്ട്, ഐ ഹാവ് എ ബൈക്ക്, ഐ ഹാവ് ആൻ ഓൾഡ് ബൈക്ക്, ഐ ഹാവ് എ ന്യൂ ബൈക്ക്. ഇത്തരത്തിൽ കുറേ ഉദാഹരണങ്ങൾ എഴുതുക, പഠിക്കുക, പരിശീലിക്കുക, ഒപ്പം തന്നെ പുസ്തകങ്ങൾ വായിക്കുക. അപ്പോൾ നമ്മൾ 17 ഐഡിയ വെർബ് ബേസ് ചെയ്ത് കഴിഞ്ഞു. അടുത്ത ആകുന്നു എന്നുള്ളത് പഠിച്ചു, ആയിരുന്നു എന്നുള്ളത് പഠിച്ചു, ആകുമെന്നുള്ളത് പഠിച്ചു. അടുത്ത നമ്മൾ ചെയ്തേക്കുന്നത് ഉണ്ട് എന്നുള്ളതാണ്. അപ്പോൾ ഇതിന്റെ ഭാഗമായിട്ട് പരമാവധി ലെവൽ ടെസ്റ്റും കൂടെ പങ്കെടുത്ത് ആത്മവിശ്വാസം കൈവരിക്കുക. ഓരോ ദിവസവും നമ്മുടെ മെച്ചപ്പെടൽ രേഖപ്പെടുത്തി വയ്ക്കുക. ശ്രദ്ധിക്കുക, എഴുതുക, പറയുക, പരിശീലിക്കുക. ഓക്കെ.